ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ച പ്രതികൾക്ക് നേരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. തെളിവെടുപ്പ് 2 മണിക്കൂർ നീണ്ടുനിന്നു. സ്വർണം വിറ്റ ജ്വല്ലറിയിലും നേരത്തെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. അർച്ചന, കൂടുതൽ വിവരങ്ങൾ. ശ്രുതി, ഏകദേശം 2 മണിക്കൂർ നീണ്ട തെളിവെടുപ്പായിരുന്നു വീട്ടിൽ വെച്ച് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ നാട്ടുകാരുടെ, അതായത് ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു തെളിവെടുപ്പ് സമയത്ത് തന്നെ പ്രതികൾക്ക് നേരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ഈ ഒരു തെളിവെടുപ്പ് നീണ്ടു നിന്നു എന്നാണ് പറയാനുള്ളത്. കൂളിക്കുന്ന് സ്വദേശിയായ ജിന്നുമ്മ, ഭർത്താവ് ഉബൈദ്, പൂച്ചക്കാട് സ്വദേശിയായ അൻസിഫ, മധൂർ സ്വദേശിയായ ആയിഷ എന്നിവരെ കൊണ്ടാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2023 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. 596 പവൻ സ്വർണമാണ് ഗഫൂറിൽ നിന്നും ഈ പ്രതികളെല്ലാം തട്ടിയെടുത്തിരുന്നത്. ഇതിലെ കഥ എന്ന് പറയുന്നത്, ഗഫൂറിന്റെ ഭാര്യയ്ക്ക് അസുഖമായിരുന്നു. ഈ അസുഖം ഭേദമാക്കി തരാമെന്ന് പറഞ്ഞാണ് പ്രതികൾ ഗഫൂറിനെ സമീപിച്ചൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ കാരണം മാത്രമല്ല, സ്വർണം ഇരട്ടിപ്പിച്ച് തരാം എന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യം കൂടെ ഈ ഒരു പ്രതികൾ ഇവരോട്, അല്ലെങ്കിൽ അബ്ദുൽ ഗഫൂറിനോട് പറഞ്ഞിരുന്നു. ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടാണ് കൊലപാതകം നടന്നത്. എന്തായാലും ഇന്ന് ജ്വല്ലറിയിലും, അരമേന ജ്വല്ലറിയിലും ഉൾപ്പെടെയുള്ള ഗഫൂറിന്റെ വീട്ടിലടക്കം ഇന്ന് തെളിവെടുപ്പ് നടത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു നാട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.